Hi dear students, have a nice day. First of all, I introduce myself. I am G. Vinod, Department of English from Academy of English. Today you are going to learn some basics of English grammar. Concord or subject verb agreement. Yes, listen. If the subject is singular, the verb also must be singular. If the subject is plural, the verb also must be plural. Word order in an English sentence: subject, verb, object. Subject, verb, object. This subject is singular, so the verb also must be singular. ഒരു verb singular ആണ്. Yes or es or ies is added to the base form of the verb. Play എന്ന് പറയുന്നത് വെർബിന്റെ ബേസ് ഫോമാണ്. പ്ലേസ് വേറൊരു ഫോം, പ്ലേഡ് വേറൊരു ഫോം, ആം പ്ലേയിങ്, ഈസ് പ്ലേയിങ്, ആർ പ്ലേയിങ്, വാസ് പ്ലേയിങ്, വെയർ പ്ലേയിങ്, ഇതെല്ലാം വേറെ ഫോംസ് ആണ്. ബേസ് ഫോം എന്ന് പറയുന്നത് പ്ലേ ആണ്. ഈ ബേസ് ഫോമിനോടുകൂടി എസ് ഒ ഇ എസ് ഒ ഐ എസ് ഒ ചേർന്ന് വരുമ്പോഴാണ് ഒരു verb singular ആകും. If the subject is singular, the verb also must be singular. ഇപ്പോൾ gone എന്ന് പറയുന്ന verb plural ആണ്. ഓയിൽ എന്ത് ചെയ്യുന്നതുകൊണ്ട് ES ചേർന്ന് വന്നിട്ട് അത് സിംഗുലർ ആവും. gone എന്ന് പറയുന്ന verb plural ആണ്. ഓയിൽ എന്ത് ചെയ്യുന്ന verb ആയതുകൊണ്ട് ES ആഡ് ചെയ്ത് വന്നിട്ട് goes സിംഗുലർ ആവും. ഫ്ലൈ പ്ലൂറൽ വെർബാണ്. വൈയിൽ എന്ത് ചെയ്യുന്നതുകൊണ്ട് IES ആഡ് ചെയ്ത് വന്നിട്ട് ആ വെർബ് സിംഗുലർ ആണ്. മറ്റെല്ലാ വെർബ്സും നോർമലി എസ് ആഡ് ചെയ്യും. If the subject is singular, the verb also must be singular. If the subject is plural, the verb also must be plural. There is no change to the base form of the verb. വെർബിന്റെ ബേസ് ഫോമിന് ഒടുകൂടി എസ് ഒ ഇ എസ് ഒ ഐ എസ് ഒ ആഡ് ചെയ്യുന്നില്ല. ആ ബേസ് ഫോമിന് ഒരു ചേഞ്ചും വരുന്നില്ല. If so, I walks every morning. If the subject is singular, the verb also must be singular. If the subject is plural, the verb also must be plural. And this subject, I, is singular. അങ്ങനെയാണെങ്കിൽ ഐയെ ഫോളോ ചെയ്യുന്ന ഈ വെർബ് സിംഗുലർ ആകും. അത് തെറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. എന്നാലും തെറ്റാണ്. ആസ് എ സ്പെഷ്യൽ കേസ്, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയി ഈസ് കൺസിഡേർഡ് ആസ് പ്ലൂറൽ. അതുകൊണ്ട് ഐയെ ഫോളോ ചെയ്യുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കും.
first person, second person, third person. ഞാൻ, നീ, അവൻ അല്ലെങ്കിൽ അവൾ, ഞങ്ങൾ, നിങ്ങൾ, അവർ, എന്നെ, നിന്നെ, അവനെ അല്ലെങ്കിൽ അവളെ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഐ ആൻഡ് വി, ഞാൻ, ഞങ്ങൾ. ഇറ്റ്സ് നോമിനേറ്റീവ് കേസ്. എന്നെ, നിന്നെ, അവനെ അല്ലെങ്കിൽ അവളെ. എന്നെ അക്യൂസേറ്റീവ് കേസ്. എന്റെ പൊസസീവ് കേസ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ വി. ഞാൻ, ഞങ്ങൾ. ഞാൻ എന്നുള്ളതിന്റെ സെക്കൻഡ് പേഴ്സൺ നീ, തേർഡ് പേഴ്സൺ അവൻ അല്ലെങ്കിൽ അവൾ. ഞങ്ങൾ ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, നിങ്ങൾ സെക്കൻഡ് പേഴ്സൺ, അവർ തേർഡ് പേഴ്സൺ. ഞാൻ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ നെയിം ചെയ്യുക. സോ ഇറ്റ് ഈസ് നോമിനേറ്റീവ് കേസ്. എന്നെ അക്യൂസ് ചെയ്യും. എന്നെ, നിന്നെ, അവനെ അല്ലെങ്കിൽ അവളെ. അക്യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് അക്യൂസേറ്റീവ് കേസാണ്. എന്റെ, നിന്റെ, അവന്റെ അല്ലെങ്കിൽ അവളുടെ. പൊസസ് ചെയ്യുന്നതുകൊണ്ട് എന്റെ, നിന്റെ, അവന്റെ അല്ലെങ്കിൽ അവളുടെ പൊസസ് ചെയ്യുന്നു. പൊസസ് ചെയ്യുന്നതുകൊണ്ട് അത് പൊസസീവ് കേസ്. Have you got it? I is first person singular. First person singular I is considered as plural. അതുകൊണ്ട് I ഫോളോ ചെയ്യുന്ന വെർബ് plural ആയിരിക്കും. This is called concord or subject to verb agreement. ഇത് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബേസിക്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് തെറ്റിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു സെനൻസ് പറയാനോ എഴുതാനോ പറ്റില്ല. എഴുത്തിൽ മാത്രമല്ല, ബോത്ത് ഇൻ കോൺവെർസേഷൻ ആൻഡ് ഇൻ റൈറ്റിംഗ്. സംഭാഷണത്തിലും എഴുത്തിലും ഭാഷയുടെ ശരിയായ പ്രയോഗം പ്രതിപാദിക്കുന്ന സയൻസാണ് ഗ്രാമർ. അപ്പോൾ അതുകൊണ്ട് കോൺകോഡ് ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് തെറ്റിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ ഒരു സെനൻസ് പറയുവാനോ എഴുതുവാനോ കഴിയും. ഓക്കെ. If the subject is singular, the verb also must be singular. If the subject is singular, S or ES or IES is added to the base form of the verb. How can a verb become singular? S or ES or IES is added to the base form of the verb. If the subject is plural, the verb also must be plural. Subject plural ആണെന്നുണ്ടെങ്കിൽ verb also must be plural. There is no change to the base form of the verb. Verbന്റെ base formന് ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. If the subject is singular, the verb also must be singular.
If the subject is plural, the verb also must be plural. But as a special case, first person singular I is considered as plural. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ഐയെ പ്ലൂറലായി കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് ഐയെ ഫോളോ ചെയ്യുന്ന വെർബ് എന്തായിരിക്കും? പ്ലൂറലായിരിക്കും. ദിസ് ഈസ് കോൾഡ് കോൺകോർഡ് ഓർ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ദർ ഷുഡ് ബി ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വെർബ്. There should be an agreement between subject and verb. And that agreement is the agreement. If the subject is singular, the verb also must be singular. If the subject is plural, the verb also must be plural. But as a special case, first person singular I is considered as plural. അതുകൊണ്ട് ഐയെ ഫോളോ ചെയ്യുന്ന വെർബ് എന്തായിരിക്കും? പ്ലൂറലായിരിക്കും. This is called കോൺകോർഡ് ഓർ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഇതിനെയാണ് നമ്മൾ കോൺകോർഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. There should be an agreement between subject and verb. ഞാൻ ഏകവചനമാണെങ്കിൽ നീ ഏകവചനമായി പോകും, നീ ബഹുവചനമാണെങ്കിൽ ഞാനും ബഹുവചനമായി പോകും. അതാണ് എഗ്രിമെന്റ്. If the subject is singular, the verb also must be singular. If the subject is plural, the verb also must be plural. But as a special case, first person singular I, first person ഏകവചന രൂപം I is considered as plural. അതുകൊണ്ട് ഐയെ ഫോളോ ചെയ്യുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കും. As a special case. ഇനി ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്താണ് നോക്കി? ഞാൻ, നീ, അവനല്ലെങ്കിൽ അവൻ, ഞങ്ങൾ, നിങ്ങൾ, അവർ. ഞാൻ, ഞങ്ങൾ, ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, വി ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ. ഞാൻ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ നെയിം ചെയ്യും. നെയിം ചെയ്യുന്നതുകൊണ്ട് ഇറ്റ്സ് നോമിനേറ്റീവ് കേസ്. എന്നെ സെക്കൻഡ് പേഴ്സൺ നിന്നെ, തേർഡ് പേഴ്സൺ അവനെ അല്ലെങ്കിൽ അവളെ. എന്നെ, നിന്നെ, അവനെ അല്ലെങ്കിൽ അവളെ എന്ന് പറയുമ്പോൾ അക്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് അത് അക്യൂസേറ്റീവ് കേസ്. എൻ്റെ, നിന്റെ, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ എന്ന് പറയുമ്പോൾ പൊസസ് ചെയ്യുന്നു. പൊസസ് ചെയ്യുന്നു വെച്ചാൽ സ്വന്തമാണ്. എൻ്റെ എന്ന് പറയുമ്പോൾ ഞാൻ പൊസസ് ചെയ്യാം. നിന്റെ പൊസസ് ചെയ്യാം. പൊസസ് ചെയ്യുന്നതുകൊണ്ടത് പൊസസീവ് കേസ്. Okay, got it. Once more. If the subject is singular, the verb also must be singular. If the subject is plural, the verb also must be plural. But as a special case, first person singular I is considered as plural. This is called the concord or subject verb agreement. Okay. See this. The news is or are true. നമ്മൾ വെർബ് എഴുതിയില്ല. What is concord? If the subject is singular, the verb also must be singular. If the subject is plural, the verb also must be plural. ന്യൂസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇവിടെ സിംഗുലർ വെർബ് ഈസ്. ഈ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ സിംഗുലർ പ്ലൂറൽ വെർബ് ആർ. ഈസ് ദ സബ്ജക്റ്റ് ന്യൂസ് സിംഗുലർ ഓർ പ്ലൂറൽ?
ന്യൂസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറലാണോ? നേരത്തെ നമ്മൾ എഴുതിയ സെന്റൻസസ് ഷീ സിംഗുലർ ആണ് നമുക്കറിയാം, ഗേൾസ് പ്ലൂറലാണ് നമുക്കറിയാം, ഐ ഫസ്റ്റ് പേഴ്സൺ ഏകവചന രൂപം ഐയെ പ്ലൂറലായി കൺസിഡർ ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആസ് എ സ്പെഷ്യൽ കേസ് ബോയ്സ് പ്ലൂറലാണ് നമുക്കറിയാം, സുരേഷ് സിംഗുലറാണ് അറിയാം, പെൻസിൽസ് പ്ലൂറലാണ് അറിയാം, വുമൺ സിംഗുലറാണ്, വിമൺ പ്ലൂറലാണ്, ഇതെല്ലാം നമുക്കറിയാം. ചൈൽഡ് സിംഗുലർ, ചിൽഡ്രൻ പ്ലൂറൽ, ഇതെല്ലാം നമുക്കറിയാം. എന്നാൽ ദ സബ്ജക്ട് നൗൺ ന്യൂസ്, സബ്ജക്ട് നൗൺ മീൻസ് സബ്ജക്റ്റായി വരുന്ന നൗൺ നാമപദം. ഇത് സിംഗുലർ ആണോ പ്ലൂറലാണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഇതൊരു കൺഫ്യൂസ്ഡ് സബ്ജക്റ്റ്. ന്യൂസ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസ്ഡ് സബ്ജക്റ്റാണ്. ഇത്തരം കൺഫ്യൂസ്ഡ് സബ്ജക്റ്റുകളുടെ കാര്യത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂൾസ് പഠിക്കേണ്ടി വരും. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിന്റെ കോൺകോഡിന്റെ ജനറൽ റൂൾ പഠിച്ചു വെച്ചുകൊണ്ട് മാത്രം നമുക്കൊരു ഇംഗ്ലീഷ് സെന്റൻസിന്റെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺകോഡ് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ജനറൽ റൂളാണ്. ഏതാണ്? If the subject is singular, the verb also must be singular. If the subject is plural, the verb also must be plural. But as a special case, first person singular is considered as plural. It's a general rule. In the case of these confused subjects, ഇത്തരം കൺഫ്യൂസ്ഡ് സബ്ജക്റ്റുകളുടെ കാര്യത്തിൽ ഓരോ കൺഫ്യൂസ്ഡ് സബ്ജക്റ്റിനും ഓരോ റൂളാണ്. See this? The subject noun news always takes a singular verb. ന്യൂസ് സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ അതിനെ ഫോളോ ചെയ്യുന്നത് എല്ലായ്പ്പോഴും ഒരു സിംഗുലർ വെർബായിരിക്കും. ഓക്കെ. "25 kilometers is or are a long distance to walk." What is the subject of this sentence? 25 kilometers is the subject. 25 കിലോമീറ്ററുകൾ ആണ് subject. If this subject is singular, the verb also must be singular. If this subject is plural, the verb also must be plural. അതാണല്ലോ നിങ്ങൾ പഠിച്ച കോൺകോഡ് ഓർ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഇവിടെ ന്യൂസ് പോലെ തന്നെ 25 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസ്ഡ് സബ്ജക്റ്റ് ആണ്. കൺഫ്യൂസ്ഡ് സബ്ജക്റ്റുകൾക്ക് ഓരോന്നിനും അതിന്റെ റൂൾ പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചു. The subject noun news always takes a singular verb എന്ന് പഠിച്ചതുപോലെ. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് 25 കിലോമീറ്റേഴ്സ്, 25 കിലോമീറ്ററുകൾ. 25 കിലോമീറ്ററുകൾ സിംഗുലർ ആണോ പ്ലൂറലാണോ? 1 കിലോമീറ്റർ സിംഗുലർ. 1 തേങ്ങ സിംഗുലർ. 10 തേങ്ങകൾ പ്ലൂറലാണ്. 1 കിലോമീറ്റർ സിംഗുലറാണ്. 25 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ തന്നെയാണ്, ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ
25 kilometers or a long distance to walk എന്ന് പറയാം. കാരണം if this subject is plural, the verb also must be plural. പക്ഷെ ഈ സബ്ജക്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സബ്ജക്റ്റ് ഒരു മെഷർമെന്റ് ആണ്. ഒരു മെഷർമെന്റ് ആണ്. മെഷർമെന്റ് മീൻസ് ഒരു അളവാണ് അല്ലേ? ദൂരം എന്ന് പറയുന്ന ഒരു അളവാണ്. ഭാരം, നീളം, വീതി, പൊക്കം, വണ്ണം എല്ലാം അളവാണ്. If the subject is a measurement, the verb is always singular. Okay. If the subject is a measurement, the verb is always singular. So subject ഒരു മെഷർമെന്റ് ആണ്, ഒരു അളവാണ്. അതിനെ ഫോളോ ചെയ്യുന്ന verb എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. Got it? See this 900 rupees seems or seem to be a huge amount for this shirt. 900 രൂപ എന്ന് പറയുന്നത് ഈ ഷർട്ടിനെ സംബന്ധിച്ചൊരു വലിയ തുകയാണെന്ന് തോന്നിപ്പിക്കുന്നു. ഇവിടുത്തെ വർബ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സെയിംസ് സിംഗുലർ, സെയിം പ്ലൂറൽ. If this subject is singular, the verb also must be singular. If this subject is plural, the verb also must be plural. Okay. 900 rupees. Singular ആണോ plural ആണോ? 900 രൂപ. ഇതിനെ നമുക്ക് മറ്റൊരു സബ്ജക്റ്റ് പോലെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. Because it's a category itself. 900 rupees എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ്. If the subject is an amount, the verb will be singular. സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഒരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന verb എല്ലായ്പ്പോഴും സിംഗുലർ ആയിരിക്കും. Have you got it? The subject noun news always takes a singular verb. If the subject is an amount or a measurement, the verb will be singular. Okay. Seems എന്ന് പറയുന്നത് സിംഗുലർ verb. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എപ്പോഴും വെർബിന് രണ്ട് ഫോം ഉണ്ട്. സെയിം, seems. Takes, take, writes, write, eats, eat, looks, look. എന്താ ഈ രണ്ട് ഫോം വരാനുള്ള കാരണം? അതിന് മുന്നിൽ വരുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളത് ചൂസ് ചെയ്യുന്നത്. വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് ചൂസ് ചെയ്യുന്നത്. If the subject is an amount or a measurement, the verb will be singular. The subject noun news always takes a singular verb. Okay. What was the general rule of Concord? If the subject is singular, the verb also must be singular. If the subject is plural, the verb also must be plural. But as a special case, first person singular I is considered as plural. That is the general rule of Concord. There should be an agreement between subject and verb. But in the case of certain confused subjects,
കൺഫ്യൂസ്ഡ് സബ്ജക്റ്റുകളുടെ കാര്യത്തിൽ സബ്ജക്റ്റ് നൗണായിട്ട് വരുന്ന വേർഡ് അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് മറ്റേത് സ്പെഷ്യൽ കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, the subject noun news always takes a singular verb. The subject noun news always takes a singular verb. Is singular or plural? Present tense verb is singular or plural. If the subject is a measurement, the verb will be singular. If the subject is an amount, the verb will be singular. Okay. So the subject noun news always takes a singular verb. If the subject is an amount or a measurement, the verb will be singular. If the subject is an amount or a measurement, the verb will be singular. Okay? Got it? A cow grazes in the field. Cattle graze in the field. This subject is singular. The verb also must be singular. And this subject is plural. So the verb also must be plural. Cattle എന്ന് പറയുമ്പോൾ a cow means ഒരു പശുവാണ്. കാറ്റിൽ മീൻസ് അതിനകത്ത് പശുവും കാളയും പോത്തും എരുമയും ആടും എല്ലാം ഉണ്ടാവും. ഒരു കന്നുകാലി കൂട്ടമാണ്. ഇതൊരു പ്രത്യേകതരം നൗണാണ്. ഇതൊരു കളക്ഷനെയാണ് കാണിക്കുന്നത്. പീപ്പിൾ ഒരു കളക്ഷനെയാണ് കാണിക്കുന്നത്. പോലീസ് ഇതൊരു കളക്ഷനെയാണ് കാണിക്കുന്നത്. ഒരു കളക്ഷനെ ഷോ ചെയ്യുന്നു. കളക്റ്റീവ് നൗൺസ്. പീപ്പിൾ People plays or play football all over the world. Plays singular, play plural. People എന്ന് പറയുന്നത് ഒരു കളക്ഷനെയാണ് കാണിക്കുന്നത്. കളക്ഷനെ കാണിക്കുന്നത് കളക്റ്റീവ് നൗൺസ് ആണ്. If the subject is a collective noun like a cattle or people, the verb will be plural. Can you catch it? See this, police are or is running after the thief.
പോലീസ് ഒരു കളക്ഷനെ കാണിക്കുന്നു. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറയാറുണ്ട് അവിടെ ഒരു പോലീസ് നിൽക്കുന്നു, 2 പോലീസ് നിൽക്കുന്നു. അല്ല, 2 പോലീസുകാരന്മാരാണ്, 2 പോലീസല്ല. കാരണം പോലീസ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് നൗണാണ്. പോലീസ് എന്ന് പറയുന്ന കളക്റ്റീവ് നൗണാണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്ന വെർബ് എന്തായിരിക്കും? പ്ലൂറലായിരിക്കും. എ പോലീസ്മാൻ ആണ് സബ്ജക്റ്റ് എങ്കിൽ എ പോലീസ്മാൻ ഈസ് റണ്ണിങ് ആഫ്റ്റർ ദ തീഫ്. പോലീസ് ആർ റണ്ണിങ് ആഫ്റ്റർ ദ തീഫ്. So certain collective nouns like a capital, people or police always take plural verbs. Okay. अब इधर confused subject ആണ്. See this. Collective nouns like cattle, people and police always take plural verbs. Okay. Yes, I think you have got it. It will be continued in the next class. Thank you very much.